കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ പുതിയ ദിവസം ദൈവവചനത്തോടൊപ്പം ആരംഭിക്കാം. തിരുവചനമാണല്ലോ നമ്മളെ എല്ലാ സത്യത്തിലും വഴി നടത്തുന്നത്. ദൈവവചനമാണ് നമ്മുടെ വഴികാട്ടി. കൂരിരുട്ട് നിറഞ്ഞ ജീവിത പാതയിൽ അത് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് വെളിച്ചം നൽകുന്ന വഴികാട്ടിയാണ് തിരുവചനം. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യന് നിത്യജീവന്റെ വെളിച്ചം നൽകുന്ന തിരുവചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് തിരുവചനം കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ. വചനം നമ്മളെ മാനസാന്തരപ്പെടുത്തട്ടെ. വചനം നമ്മെ നിത്യതയിലേക്ക് നയിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 10 എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ തിരുവചനം ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 11ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. 11ാമത്തെ ഭാഗം, ദൈവരാജ്യം അവകാശമാക്കാത്തവർ എന്ന വിഷയത്തിന്റെ 11ാമത്തെ ഭാഗം. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. വളരെ സുപ്രധാനമായൊരു വാക്യമാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് ദൈവ വഴി വിട്ട് ബഹുദൂരം മാറിക്കളഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ശരിയായ ഒരു പ്രസ്താവനയല്ലേ അത്? പണ്ടുണ്ടായിരുന്ന ഭക്തിയും വിശ്വാസവും ഒക്കെ ഇന്നുണ്ടോ? ഇല്ല. ഇന്ന് മനുഷ്യൻ ദൈവ വഴി വിട്ട് ബഹുദൂരം മാറിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ആധുനിക മനുഷ്യൻ ഇന്ന് മാറ്റങ്ങൾക്ക് വിധേയനാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ്! എല്ലാവരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ മനുഷ്യൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് മനുഷ്യൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. ഭരണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കാലപ്രവാഹത്തിൽ ഇവിടെ പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പണ്ട് ഉണ്ടായിരുന്ന ശീലങ്ങളും പണ്ടുണ്ടായിരുന്ന രീതികളുമാണോ എന്നുള്ളത്? അല്ല. കാലപ്രവാഹത്തിൽ മാറ്റങ്ങൾ ലോകത്തിലേക്ക് കടന്നു വന്നു, അല്ലെ? നല്ല മാറ്റങ്ങളുമുണ്ട്, ചീത്ത മാറ്റങ്ങളുമുണ്ട്. ആചാരം, സംസ്കാരം, ഭാഷ, വേഷം എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് അഭൂതപൂർവമായ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാറ്റമില്ലാത്തതും മാറ്റം ആവശ്യമില്ലാത്തതുമായ ഒന്നുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. 1-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും അതിന് മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. അത് മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് മാറ്റമില്ലാത്ത തിരുവചനമാണ്. ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അവനെ ദൈവം മാറ്റും. മാറ്റം ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ തിരുവചനം നമ്മോട് പറയുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ചോദ്യം, ഏത് വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 5, 19 മുതൽ 21 വരെ. അവിടെ എന്താ വായിക്കുന്നത്? ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം
ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നു പറഞ്ഞു ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഗലാത്യലേഖനം വിവരിക്കുന്ന ജഡത്തിന്റെ 10ാമത്തെ പ്രവൃത്തിയാണ് ശാഠ്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ശാഠ്യം? അതിന്റെ മൂലഭാഷയിൽ അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ സ്വാർത്ഥ അഭിലാഷങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ ദൈവം പറയുന്നതോ കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അതാണ് ശാഠ്യം. സ്വാർത്ഥ അഭിലാഷങ്ങൾ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നാം വെച്ച് പുലർത്തുന്ന മനോഭാവമാണിത്. ശാഠ്യം നമ്മെ നാശത്തിലേക്ക് നയിക്കുകയും ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അപ്പൊ വചനം വ്യക്തമായിട്ട് പറയാണ്, ശാഠ്യം നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുകയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മൾ ആ തിരുവചനത്തിലെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. ഇപ്പൊ ശാഠ്യത്തെ കുറിച്ച് പറയുകയാണ്, മത്സരം അത് ആഭിചാരദോഷം പോലെയാണ്. ശാഠ്യത്തെക്കുറിച്ചോ, ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. ഇത് എപ്പോൾ പറഞ്ഞതാ? ഇതിന്റെ സന്ദർഭം ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗൽ ദൈവകൽപ്പന ലംഘിച്ച് ശാഠ്യം പ്രവർത്തിച്ചപ്പോൾ ദൈവം തന്റെ ദാസനായ ശമൂവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനമാണ് ഈ വചനം. അപ്പൊ ശൗൽ എന്ത് ചെയ്തു? ദൈവകൽപ്പന അനുസരിക്കാതെ ശാഠ്യം പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞത് അതുപോലെ കേട്ടില്ല. അപ്പോൾ ശൗൽ പറയുകയാണ്, ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, മത്സരം ആഭിചാരദോഷം പോലെയാണ്, നിന്റെ ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണ്. അപ്പൊ ശാഠ്യം വളരെ ഗുരുതരമായ പാപമാണ്. നമുക്കറിയാം, രാജസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശൗൽ എന്താ പറഞ്ഞത്? നമ്മൾ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 21-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ ശൗലിന്റെ വാക്കുകൾ. ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളിൽ ഏറ്റവും ചെറിയ കുടുംബവുമായിരിക്കെ നീ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്താ? നമുക്കറിയാം, ശൗൽ ഇസ്രായേൽ മക്കളിൽ വെച്ച് ഉള്ള യുവാക്കന്മാരിൽ വെച്ച് തോൾ മുതൽ പൊക്കമേറിയവനും കോമളനും ഒക്കെ ആയിരുന്നിട്ടും ശൗൽ എന്താ പറയുന്നത്? ഞാൻ ഏറ്റവും ചെറിയ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനെന്നാണ്. എത്ര അനുകരണീയമായ താഴ്മ! തന്നെ രാജാവാക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ പിന്നീട് ഈ താഴ്മയും വിനയും ഒക്കെ അധികകാലം നീണ്ടു നിന്നില്ല. ലോക മനുഷ്യനെ പോലെ എന്തു പറ്റി ശൗലിന്? ജീവിതത്തിൽ പച്ച പിടിച്ചപ്പോൾ അവന്റെ മട്ട് മാറി. നമ്മൾ സാറിന് നാട്ടിൽ പറഞ്ഞ കാരണം, മുട്ട് മാറുമ്പോൾ പലരുടെയും മട്ട് മാറും. മുട്ടുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭക്തിയും വിശ്വാസവും ഒന്നും മുട്ട് മാറുമ്പോൾ പിന്നെ കാണത്തില്ല. മുട്ടുണ്ടായിരുന്നപ്പോൾ കൃത്യമായിട്ട് ദൈവാലയത്തിൽ വരുമെങ്കിൽ മുട്ട് മാറുമ്പോൾ, അപ്പൊ ശൗലിന് ഇത് പറ്റി. ജീവിതത്തിൽ പച്ച പിടിച്ചപ്പോൾ ശൗലിന്റെ മട്ട് മാറി. അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ദൈവവചനം വിട്ടുമാറി ശാഠ്യം പ്രവർത്തിച്ചു. എന്ത് ശാഠ്യം അദ്ദേഹം പ്രവർത്തിച്ചത്? ദൈവ ശൗലിനോട് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യമാണ് പറഞ്ഞത്? വായിക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവ ശൗലിനോട് വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളക. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും ആട്, മാട്, കാള, കഴുത, ഒട്ടകം എന്നിവയും നിർമൂലമാക്കി കളക. അപ്പൊ ദൈവം തമ്പുരാൻ ഒരു വലിയ ദൗത്യം ശൗലിനെ ഏൽപ്പിക്കുകയാണ്. ശൗലിനെ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന ദൈവം ശൗലിനോട് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്. എന്താണ്? ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കർ തന്റെ ജനത്തെ ആക്രമിച്ചു.
അന്ന് അവരോട് ചെയ്തതിനെ ദൈവം തമ്പുരാൻ കുറിച്ചു വെച്ചു. ശൗൽ രാജാവായപ്പോൾ ശൗലോട് പറയാണ്, നീ ചെന്നാണ് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളക. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും ആട് മാട് കാള കഴുത ഒട്ടകം എന്നിവയെല്ലാം നിർമൂലമാക്കണം. ശൗൽ എന്ത് ചെയ്തു? ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളിലെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ ശേഷിപ്പിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. വളരെ ഗൗരവമായ കാര്യമാണ്. ശൗലും ജനവും അവരുടെ രാജാവായ ആഗാഗിനെയും ആട് മാട് ഒട്ടകം എന്നിവയിൽ മേത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കാൻ മനസ്സില്ലാതെ ജീവനോടെ ശേഷിപ്പിച്ചു. ഹീനവും നിസ്സാരവുമായതിനെയൊക്കെ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ ദൈവം തമ്പുരാൻ ശമൂവേൽ പ്രവാചകനിലൂടെ ശൗലിനോട് സംസാരിച്ചു. എന്താ ദൈവം പറഞ്ഞത്? ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യങ്ങൾ. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അടുത്ത വാക്യം, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവിടുന്ന് നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ആടും മാടും ഇതിന്റെയൊക്കെ മുക്കറയും ബഹളം എന്താണെന്ന് ശമൂവേൽ പ്രവാചകൻ ചോദിച്ചപ്പം ശൗല് പറയുകയാണ്, ഇതൊക്കെ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വെച്ചേക്കുവാ. അപ്പൊ ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. നീ ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം നിന്നെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ ശാഠ്യം പ്രവർത്തിച്ച ശൗലിന് പറ്റിയ പരാജയം. ശൗൽ ദൈവകൽപ്പന അനുസരിക്കാതെ ശാഠ്യം കാണിച്ചതുകൊണ്ട് ദൈവ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. ശാഠ്യം ദൈവസന്നിധിയിൽ വലിയ പാപമാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 9-ാമത്തെ വാക്യം. പുറപ്പാട് 32:9. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അപ്പൊ ദൈവം തന്റെ ജനത്തെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? ദുശാഠ്യമുള്ള ജനമാണെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് കേൾക്കാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ജനം. ഇന്നും അങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ? ദൈവം അങ്ങനെയൊക്കെ പറയും, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നോക്കിയ ദൈവം പറയുന്നതിന് ഗൗരവം കൊടുക്കാത്ത ഒരു തലമുറ. അതാണ് ജനം ദുശാഠ്യമുള്ള ജനമാണെന്ന് ദൈവം കണ്ടു. അപ്പൊ മനുഷ്യന്റെ ശാഠ്യം അവന്റെ നന്മകളെ മുടക്കിക്കളയും. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്, നമ്മുടെ ശാഠ്യം ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന നന്മകളെ മുടക്കിക്കളയുമെന്ന് തിരുവചനം എന്താ പറയുന്നത്? യിരെമ്യാവ് 5:23 മുതൽ 25 വരെ. യിരെമ്യാവ് 5:23 മുതൽ 25 വരെ. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ചു പോയി കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറഞ്ഞതുമില്ല. എന്നിട്ടോ ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ്. എന്താണ്? ദൈവം പറയാണ്, ഈ ജനത്തിനോ ശാഠ്യമുള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ചു പോയി കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും അങ്ങനെ അതത് സമയത്ത് നമുക്ക് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുക എന്ന് ജനം എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല.
അതുകൊണ്ട് ഈ നന്മകളൊക്കെ മുടങ്ങിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ കാരണമാകുന്നു. അപ്പൊ ജനത്തിന്റെ ശാഠ്യം അവരുടെ നന്മകളെ മുടക്കിക്കളയുന്നു. ദൈവം നമുക്ക് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? നാം ദൈവം പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. ദൈവവചനത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു തലമുറ. തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട പല നന്മകളും മുടങ്ങിപ്പോകാൻ കാരണം നമ്മുടെ ശാഠ്യമാണെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനം പറയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. നാം പഴയ നിയമം പഠിക്കുമ്പോൾ മോശികനായ പ്രമാണത്തില് പറയുന്നത്, അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ശാഠ്യക്കാരനായ മകനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. മോശികനായ പ്രമാണത്തില് എന്താണ്? അപ്പന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാൽ അനുസരിക്കാതിരിക്കുന്ന മകനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. വായിക്കാം, ആവർത്തനം 21:18 മുതൽ 21 വരെ. അവിടെ എന്താ വായിക്കുന്നത്? അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ ഒരു മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണ വാതിൽക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. അപ്പൊ അവന്റെ പട്ടണത്തിലെ ആൾക്കാരെല്ലാം കൂടെ എഴുന്നേറ്റ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേൽ എല്ലാം ഇത് കേട്ട് ഭയപ്പെടണം. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എന്താണ്? അപ്പന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായൊരു മകൻ ഒരുത്തനുണ്ടെങ്കിൽ അവനെ പിടിച്ച് എന്ത് ചെയ്യണം? പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലണം. എന്നിട്ട് പറയണം, ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും തിന്നിയും കുടിയനും യാതൊരു പണിയും ചെയ്യത്തില്ല. ഇന്നത്തെ തലമുറ എങ്ങനെയാ? വല്ല അനുസരണമുണ്ടോ? വല്ല ജോലിയും ചെയ്യുമോ? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ തങ്ങളുടെ മാതാപിതാക്കളുടെ വാക്ക് അനുസരിക്കാത്ത ഒരുവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്രായേൽ ജനത്തിന് മോശികനായ പ്രമാണത്തിലൂടെ ദൈവം കൽപ്പന കൊടുത്തെങ്കിൽ സകലത്തിന്റെയും സൃഷ്ടിതാവായ നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നാം ശാഠ്യം കാണിച്ചാലോ? ഈ ലോകപ്രകാരമുള്ള മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാത്തവനെ മോശികനായ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ നമ്മുടെ സകലത്തിന്റെയും സൃഷ്ടിതാവായ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നാം ശാഠ്യം കാണിച്ചാൽ എന്ത് സംഭവിക്കും? ഇരമ്യാവ് 9:13 മുതൽ 15 വരെ. ഇരമ്യാവ് 9:13 മുതൽ 15 വരെ. യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എന്റെ വാക്ക് കേൾക്കുകയോ അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അപ്പൊ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ നാം ശഠിച്ച് ശാഠ്യം പ്രവർത്തിച്ചാൽ ദൈവം നമ്മെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കുക. നാം തിരുവചനം പഠിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിച്ചാൽ പലപ്പോഴും ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ടവർ ശാഠ്യം പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ ദൈവം അവർക്ക് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അവർ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ശാഠ്യം പ്രവർത്തിച്ചാൽ അവർ പ്രവാസത്തിലേക്ക് പോകുമെന്നും യെരൂശലേമിന്റെ വാതിലുകൾ തീ കൊളുത്തുമെന്നും ദൈവം കൽപ്പിച്ചു. നമുക്ക് വായിക്കാം. ഇരമ്യാവ് 17:21 മുതൽ 23 വരെയും 27-ാമത്തെ വാക്കും. ഇരമ്യാവ് 17:21 മുതൽ 23 വരെയും 27-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂക്ഷിച്ചുകൊള്ളുവീൻ, ശബത നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി അകത്തു കൊണ്ടുവരരുത്. ശബത നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുവടും ചുമന്ന് പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബത നാൾ വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ഇപ്രകാരം കൽപ്പിച്ചു. എന്നാൽ അവർ കേൾക്കുകയോ കേട്ടനുസരിക്കുകയോ ചെയ്തില്ല. കേട്ടില്ല, ചെവി ചായ്ച്ചതുമില്ല. അവർ കേട്ടനുസരിക്കാതെയും ബുദ്ധിയുപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ ശാഠ്യം കാണിച്ചു.
ശബദനാളിൽ യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി ചുമന്ന് അകത്തും കൊണ്ടുപോകരുത്, വീടുകളിൽ നിന്ന് ചുമന്ന് പുറത്തു കൊണ്ടുപോകരുത്. ഒരു വേലയും ചെയ്യാതെ അന്ന് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ഇനി അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ ശബദനാൾ വിശുദ്ധീകരിപ്പാനും ശബദനാളിൽ യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി ചുമന്നുകൊണ്ട് പോകാതെയും ഇരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിന്റെ വാതിലുകളിൽ തീ കൊളുത്തും, അത് കെട്ടുപോകാതെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ദൈവം പറഞ്ഞു, നിങ്ങളിത് കേട്ടനുസരിച്ചില്ലെങ്കിൽ ഞാൻ യെരൂശലേം നശിപ്പിക്കും. അങ്ങനെ സംഭവിച്ചോ? AD 70 ടൈറ്റസിന്റെ നേതൃത്വമുള്ള റോമൻ പട്ടാളം യെരൂശലേമിനെ നിരോധിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരൂശലേം ദൈവാലയം ഇടിച്ചു നിരത്തി തരിപ്പണമാക്കി. എന്നിട്ടോ അവർ അതിന്റെ വാതിലുകൾ തീ കൊളുത്തി. അപ്പൊ ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ട് നിറവേറി. പ്രിയമുള്ളവരെ, ദൈവകൽപ്പന അനുസരിക്കാതെ ശാഠ്യം പ്രവർത്തിച്ച ദൈവജനം പ്രവാസത്തിലേക്ക് പോയി. യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോയി. എന്താ കാരണം? ശാഠ്യം പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇന്ന് വചനം നമ്മോട് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ശാഠ്യം അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാണോ, അതോ നമ്മുടെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാണോ? അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയാലും കുഴപ്പമില്ല. എന്ന് വേണമെങ്കിലും ആരാധിക്കാം, എവിടെ വേണമെങ്കിലും ആരാധിക്കാം, തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നാം ശാഠ്യം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, തിരുവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ജീവിതമാണെങ്കിൽ, നാം ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്കും നാശത്തിലേക്കും പോയതുപോലെ നാം ദൈവരാജ്യത്തിന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് വിട പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായിട്ട് മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാനായിട്ട് പോകണം. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ശാഠ്യം പ്രവർത്തിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുമെന്ന് വചനം പറയുമ്പോൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നടികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. സ്വർഗീയ പിതാവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് കർത്താവെ മത്സരവും ശാഠ്യവുമില്ലാത്ത ജീവിതം നയിക്കുവാൻ ഇടകളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ മാറ്റിക്കൊടുക്കണമേ. എല്ലാ അനുഗ്രഹത്താലും പ്രിയമക്കളെ നിറയ്ക്കണമേ. മാനവ മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ ഗ്രഹിച്ച് ദൈവവചനത്തിൽ വളരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.